നമസ്കാരം. ടാൻഡം PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നോബൽ പ്രൈസ് 2024 ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്നവരായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഓരോ വിഭാഗത്തിലും നോബൽ പ്രൈസ് കിട്ടിയത് ആർക്ക് എന്ന് പഠിച്ചു പോയാൽ പോരാ. ഒരു ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. കുറച്ചുകൂടി ആഴത്തിലാണ് നോബൽ പ്രൈസിന്റെ ഭാഗത്തു നിന്നൊക്കെ PSC ഈ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദ്യം ചോദിക്കുന്നത്. അല്ലേ, 10th ലെവലിന് പോലും ആഴത്തിൽ ഇറങ്ങി ചോദ്യം ചോദിക്കാറുണ്ട്. ഡിഗ്രി ലെവലിന് ഏതായിരുന്നാലും നമ്മൾ ആ രീതിയിലൊരു ചോദ്യം തന്നെ പ്രതീക്ഷിക്കണം. ഭൗതികശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം കിട്ടിയത് ആർക്ക് എന്നുള്ള ചോദ്യമൊന്നും പ്രതീക്ഷിച്ച് നമ്മൾ പോയിട്ട് കാര്യമില്ല. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ പൊതുവെ PSC ഡിഗ്രി ലെവലിന് ചോദിക്കാറില്ല. കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇറങ്ങി പിന്നെ അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയതിൻ്റെ കാരണം, ഏത് വിഷയത്തിലാണ് കിട്ടിയത്, പിന്നെ അവർ ഏത് രാജ്യക്കാരാണ്, ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലും ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും ഓവറായിട്ട് നമ്മൾ ആഴത്തിലേക്ക് പോവാതെ അത്യാവശ്യം ആ ഒരു ഓരോ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരത്തെ കുറിച്ചിട്ടാണ്. ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് 2024 ഭൗതിക ശാസ്ത്രത്തിന് അല്ലെങ്കിൽ ഫിസിക്സിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ജോൺ ജെ ഹോപ്ഫീൽഡ് എന്നറിയപ്പെടുന്ന ഒരു US സയന്റിസ്റ്റിനാണ്. അപ്പോൾ ആ രാജ്യം പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആര്? ജോൺ ജെ ഹോപ്ഫീൽഡ്. മറ്റൊരാൾക്ക് കിട്ടിയത് ജോഫറി ഹിൻഡൺ എന്ന് പറയപ്പെടുന്ന ബ്രിട്ടീഷ് കനേഡിയൻ സാങ്കേതിക വിദഗ്ധനാണ്. ഒന്ന് ജോൺ ജെ ഹോപ്ഫീൽഡ്, അദ്ദേഹം US സയന്റിസ്റ്റ് ആണ്. മറ്റൊന്ന് ജോഫറി ഹിൻഡൺ ആണ്. അദ്ദേഹം ആരാണ്? ബ്രിട്ടീഷ് കനേഡിയൻ ടെക്നിക്കൽ എക്സ്പേർട്ടാണ്, അതായത് ഒരു സാങ്കേതിക വിദഗ്ധനാണ് ജോഫറി ഹിൻഡൺ എന്നറിയപ്പെടുന്നത്. എന്തിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത്? ഫോർ ഫൗണ്ടേഷൻ ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ് ദാറ്റ് എനേബിൾ മെഷീൻ ലേണിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ വർക്ക്. എന്തിനാണ് അവർക്ക് കിട്ടിയത്? അതായത് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയ മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിനാണ് ഈ പറയുന്ന ജോൺ ജെ ഹോപ്ഫീൽഡിനും ജോഫറി ഹിൻഡണും എന്ത് കിട്ടിയത്? നോബൽ പുരസ്കാരം കിട്ടിയത്. അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ ബയോളജിയിലാണ് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിലാണ് പുരസ്കാരം കിട്ടിയത് എന്ന് തെറ്റിദ്ധരിക്കരുത്. നന്നായി ശ്രദ്ധിച്ചു വെക്കുക. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി ആയ മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിനാണ് ഇവർക്ക് പുരസ്കാരം കിട്ടിയത്. ഇവർക്ക് ഫിസിക്സിൽ പുരസ്കാരം കിട്ടാനുള്ള സാധ്യത, ഫിസിക്സിന്റെ പിന്തുണയോട് കൂടിയാണ് ഇവർ ഈ പഠനങ്ങളൊക്കെ നടത്തിയത്. ഭൗതിക ശാസ്ത്രത്തിന്റെ പിന്തുണയോട് കൂടിയാണ് ഈ പറയുന്ന കൃത്രിമ ന്യൂറൽ ശൃംഖലകളെ ഇവർ എന്ത് ചെയ്തത്? കണ്ടെത്താൻ വേണ്ടി അതിനുവേണ്ടി പിന്നെ പരിശീലനങ്ങളൊക്കെ നടത്തിയത്. ഫിസിക്സിന്റെ സഹായമാണ് അവർ തേടിയത്. അതുകൊണ്ടാണ് ഫിസിക്സിൽ അവർക്ക് നോബൽ പുരസ്കാരം ലഭിച്ചത്. 1980 മുതൽ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തി വരുന്നുണ്ട്. രണ്ടുപേരും ചേർന്നിട്ടാണ് 1980 മുതൽ ഇവർ രണ്ടുപേരും ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തി വരുന്നുണ്ട്. അപ്പൊ 1980 മുതൽ ഇവർ രണ്ടുപേരും ഈ മേഖലയിൽ പഠനം നടത്തി വരുന്നുണ്ട്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെയും ഘടനയെയും അനുകരിക്കുന്ന രീതിയിൽ ഡാറ്റ പ്രോസസ് ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത ഒരു മെഷീൻ മോഡലാണ് ന്യൂറൽ നെറ്റ്വർക്ക്. അപ്പൊ എന്താണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് അവിടെ പറയുന്നുണ്ട്? എന്താണ് ഒരു നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ പോലെ കാര്യങ്ങൾ വിവേചന ബുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒരു റോബോട്ടിക് രൂപമാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ ചിന്തയും ഒക്കെയുള്ള, ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെയും ഘടനയും അനുകരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാണ്? ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മെഷീൻ രൂപകൽപ്പന ചെയ്തത്. അങ്ങനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു മെഷീനാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത്. ഇവർ രണ്ടുപേരുടെയും കണ്ടെത്തലുകളാണ് നമ്മുടെ AI വിപ്ലവത്തിന് തന്നെ വഴി തുറന്നത് എന്ന് ഈ പറയുന്ന നോബൽ കമ്മിറ്റി വിലയിരുത്തുന്നുണ്ട്. അപ്പൊ AI വിപ്ലവത്തിന് തന്നെ
വഴി തുറന്ന ഒരു കണ്ടെത്തലാണ് ആര് നടത്തിയത്? ഈ പറയുന്നത് ജോൺ ജെ ഹോപ്ഫീൽഡും അതോടൊപ്പം ജോഫറി ഹിൻഡണും നടത്തിയിട്ടുള്ളത്. അപ്പൊ ഭൗതിക ശാസ്ത്രത്തിൽ രണ്ടുപേർക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഒന്ന് ജോൺ ജെ ഹോപ്ഫീൽഡ് ആണ്, അദ്ദേഹം US സയന്റിസ്റ്റ് ആണ്. പിന്നെ ജോഫറി ഹിൻഡൺ ആണ്, അദ്ദേഹം ബ്രിട്ടീഷ് കനേഡിയൻ ടെക്നിക്കൽ എക്സ്പേർട്ട് ആണ്. ഇവർക്ക് രണ്ടുപേർക്ക് കിട്ടിയത് എന്തിനാണ്? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുള്ള നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയ മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിനാണ്. നന്നായി ശ്രദ്ധിക്കണം, നമ്മൾ ഈ ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊക്കെ കാണുമ്പോൾ വേഗം ബയോളജിയിലേക്ക് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ നല്ലോണം തറവായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ജോൺ ജെ ഹോപ്ഫീൽഡിനും ജോഫറി ഹിൻഡണും ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് നിർമ്മിത ബുദ്ധി അടിസ്ഥാനമായ മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. ഫിസിക്സിന്റെ പിന്തുണയോടുകൂടിയാണ് ഇവര് ഈ പഠനങ്ങളൊക്കെ നടത്തിയത് എന്നതുകൊണ്ടാണ് ഇവർക്ക് ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം നൽകിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രസതന്ത്രത്തിൽ ആർക്കൊക്കെയാണ് നോബൽ പുരസ്കാരം ലഭിച്ചത് എന്നാണ്. 3 പേർക്കാണ് ഇത്തവണ രസതന്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചത്. ആരൊക്കെയാണ് 3 പേര്? ഒന്ന് ഡേവിഡ് ബേക്കർ ഉണ്ട്, US ഉള്ള ആളാണ്. അതോടൊപ്പം ഡെമിസ് ഹസബിസ് എന്നറിയപ്പെടുന്ന മറ്റൊരു US കാരനുണ്ട്. പിന്നെ ജോൺ ജംബർ എന്നറിയപ്പെടുന്ന UK കാരനുണ്ട്. അപ്പൊ 3 പേർക്കാണ് നോബൽ പുരസ്കാരം രസതന്ത്രത്തിൽ ലഭിക്കുന്നത്. അത് 2 പേരും US കാരാണ്. ആരൊക്കെയാണ്? ഡേവിഡ് ബേക്കറും ഉണ്ട്, ഹെമിസ് ഹസബിസും ഉണ്ട്. ഇവർ 2 പേരും US കാരാണ്. പിന്നെ ജോൺ ജംബർ എന്നറിയപ്പെടുന്ന UK കാരനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അതിൽ പിന്നെ ഈ ഡേവിഡ് ബേക്കറിന് പുരസ്കാരം ലഭിക്കുന്നത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആണ്. അതായത് മരുന്നുകളിലും വാക്സിനുകളിലും ഒക്കെ സെൻസറുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ പ്രോട്ടീനുകൾ നിർമ്മിച്ചതാണ് ഈ ഡേവിഡിന് പുരസ്കാരം ലഭിക്കാനുള്ള കാരണം. അതായത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുവഴി എന്ത് ചെയ്തു? മരുന്നുകളിലും വാക്സിനുകളിലും സെൻസറുകളിലും ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ പ്രോട്ടീനുകൾ അദ്ദേഹം നിർമ്മിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ പുരസ്കാര തുകയുടെ പകുതി അദ്ദേഹത്തിനാണ് നൽകിയിട്ടുള്ളത്. അതായത് മൊത്തം പുരസ്കാരത്തിന് 3ആയിട്ട് ഭാഗിക്കല്ല ചെയ്യുന്നത്. പുരസ്കാരത്തിന്റെ പകുതി ഡേവിഡ് ബേക്കറിന് നൽകുന്നു, ബാക്കി പകുതിയാണ് ഡെമിസ് ഹസബിസിനും ജോൺ ജംബറിനും കൂടി നൽകുന്നത്. മാറിപ്പോകരുത്, കാരണം ഇതിങ്ങനെ അങ്ങനെ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ പുതിയ രീതി അനുസരിച്ച് അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലെ? അതായത് ഈ 3 പേർക്കും തുല്യമായിട്ട് വീതിച്ച് നൽകുകയല്ല ചെയ്യുന്നത്. രസതന്ത്രത്തിനുള്ള പുരസ്കാരത്തിന്റെ പകുതി നൽകുന്നത് ഡേവിഡ് ബേക്കറിനും ബാക്കി പകുതി 2 പേർക്കും കൂടി വീതിച്ച് നൽകണം. അവർ 2 പേരും എന്താണ് കണ്ടെത്തിയത്? ഫോർ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ ആണ്. പ്രോട്ടീന്റെ സ്ട്രക്ചർ പ്രഡിക്ഷൻ ആണ് ആര് നടത്തിയിട്ടുള്ളത്? ഡെമിസ് ഹസബിസും ജോൺ ജംബറും കൂടി നടത്തിയിട്ടുള്ളത്. അവർ 2 പേർക്കും കൂടി ഒരൊറ്റ കണ്ടെത്തലിനാണ് പുരസ്കാരം കിട്ടിയത്. അതുകൊണ്ടായിരിക്കും അവർക്ക് 2 പേർക്കും കൂടി പകുതി കൊടുത്തതും ബാക്കി പകുതി ഈ ഡേവിഡ് ബേക്കറിന് കൊടുക്കുന്നു. ഡേവിഡ് ബേക്കർ എന്താണ് കണ്ടെത്തിയത്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആണ്. എന്തിനാണ് ഈ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ സഹായിച്ചത്? മരുന്നുകളിലും വാക്സിനുകളിലും സെൻസറുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന പുതിയ പ്രോട്ടീനുകളാണ് നിർമ്മിച്ചത് അല്ലെ? ഓക്കെ. അപ്പൊ ഡേവിഡ് ബേക്കർ, ഹസബിസ്, ജംബർ ഇവരെ 3 പേരെയും പിന്നെ പഠിച്ചു വെക്കുക. ഈ 3 പേരിൽ ഡേവിഡ് ബേക്കർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ബേക്കറി എന്നുള്ള രീതിയിൽ രസതന്ത്രത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റൂലേ? ആ രീതിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഈ പ്രോട്ടീനുകളുടെ സങ്കീർണ്ണ ഘടന പ്രവചിക്കാൻ സാധിക്കുന്ന AI മോഡലിന്റെ നിർമ്മാണമാണ് ഈ പ്രോട്ടീൻ സ്ട്രക്ചറൽ പ്രഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡെമിസ് ഹസബിസിനും ജോൺ ജംബറിനും പിന്നെ കണ്ടെത്തൽ എന്താണ്? നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ ആണ്. അതായത് പ്രോട്ടീനുകളുടെ സങ്കീർണ്ണ ഘടന പ്രവചിക്കാൻ സാധിക്കുന്ന AI മോഡലിന്റെ നിർമ്മാണമാണ് അവർക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇവർ 2 പേരും പിന്നെ എന്താ പറയുക, ലണ്ടനിലെ ഗൂഗിൾ ഡീപ്പ് മൈൻഡിലെ ഗവേഷകരാണെന്ന് പറയുന്നുണ്ട്. ആര്? ഈ ഡെമിസ് ഹസബിസും അതോടൊപ്പം ജോൺ ജംബർ ലണ്ടനിലെ ഗൂഗിൾ ഡീപ്പ് മൈൻഡിലെ ഗവേഷകരാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് വൈദ്യശാസ്ത്രത്തിലുള്ള പുരസ്കാരത്തെ കുറിച്ചിട്ടാണ്. വൈദ്യശാസ്ത്രത്തിൽ 2 പേർക്കാണ് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഒന്ന് വിക്ടർ ആംബ്രോസിനും മറ്റൊന്ന് ഗാരി റുക്കുൻ എന്നറിയപ്പെടുന്ന 2 പേർക്കാണ് വൈദ്യശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇവർ 2 പേരും US കാരാണ്, അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ്. അപ്പൊ വൈദ്യശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള 2 പേരും US കാരാണ്. ഇവിടെ ആംബ്രോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആംബുലൻസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ വൈദ്യശാസ്ത്രമാണെന്നുള്ളത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. വിക്ടർ ആംബ്രോസ്, ഗാരി റുക്കുൻ എന്നീ 2 പേർക്കാണ് വൈദ്യശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് 2024. 2 പേരും ആരാണ്?
അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ്. വൈദ്യശാസ്ത്രത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ്? വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കിനുമാണ്. എന്തിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മൈക്രോ RNA കണ്ടെത്തൽ, അതോടൊപ്പം ജീനിന്റെ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കിയതിനാണ്. ഡിസ്കവറി ഓഫ് മൈക്രോ RNA എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് റൂൾ ഇൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷൻ. അതായത് മൈക്രോ RNA കണ്ടെത്തുകയും മൈക്രോ RNA എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അതിന്റെ ജീനിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നത്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും എന്തിനാണ് പുരസ്കാരം കിട്ടിയത്? ഒന്ന്, അവർ മൈക്രോ RNA കണ്ടെത്തി, അതോടൊപ്പം ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവർക്ക് എന്ത് കിട്ടിയത്? ഈ വൈദ്യശാസ്ത്രത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് RNA കണ്ടെത്തിയതെന്ന് കൂടി പറയുന്നുണ്ട്. ഇവരെന്ത് ചെയ്തു? വ്യത്യസ്ത ഇനം കോശങ്ങൾ എങ്ങനെയാണ് ശരീരത്തിൽ രൂപപ്പെടുന്നത് എന്നുള്ള ഒരു പഠനം നടത്തി. അതിനു വേണ്ടിയുള്ള ശ്രമം, അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മൈക്രോ RNA കണ്ടെത്തുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തത് നോക്കാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നോബൽ പുരസ്കാരമാണ് സാഹിത്യം, അല്ലെ, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ലിറ്ററേച്ചർ അഥവാ സാഹിത്യത്തിലുള്ള നോബൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഹാൻ കാങ് എന്നറിയപ്പെടുന്ന ഒരു കൊറിയൻ സാഹിത്യകാരിക്കാണ് എന്ത് ലഭിക്കുന്നത്? ഈ പറയുന്ന സാഹിത്യത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ ആർക്കാണ് സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്? ഹാൻ കാങ് എന്നറിയപ്പെടുന്ന കൊറിയൻ സാഹിത്യകാരിക്കാണ് സാഹിത്യത്തിലുള്ള പുരസ്കാരം ലഭിച്ചത്. എന്തിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും അതോടൊപ്പം മനുഷ്യ ജീവിതത്തിന് ദൗർബല്യം തുറന്നു കാട്ടുകയും ചെയ്യുന്നതാണ് ഈ പറയുന്ന ഹാൻ കാങ്ങിന്റെ കൃതികൾ എന്ന് ഈ പുരസ്കാര സമിതി വിലയിരുത്തുന്നു. അങ്ങനെയാണ് ഇവർക്ക് പുരസ്കാരം ലഭിക്കുന്നത്. ഈ സാഹിത്യത്തിലുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയക്കാരിയാണ് ഈ പറയുന്ന ഹാൻ കാങ്. സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടുന്ന സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയക്കാരിയാണ് ആര്? ഹാൻ കാങ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദക്ഷിണ കൊറിയക്കാരിയായ ആദ്യത്തെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്ന വ്യക്തിയാണ് ഹാൻ കാങ്. മാത്രമല്ല ഏഷ്യയിലെ ആദ്യത്തെ വ്യക്തിയും ഇവർ തന്നെയാണ്. നോബൽ പുരസ്കാരം ലഭിക്കുന്ന ഈ പറയുന്ന സാഹിത്യത്തിൽ നോബൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരിയുമാണ് ഈ പറയുന്ന ഹാങ്കോങ് എന്നറിയപ്പെടുന്നത്. 18ാമത്തെ വനിതയാണ് സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്ന 18ാമത്തെ വനിതയുമാണ്. അപ്പൊ 3 പോയിന്റാണ്. ഒന്ന്, ആദ്യത്തെ ദക്ഷിണ കൊറിയക്കാരിയാണ്, ആദ്യത്തെ ഏഷ്യക്കാരിയാണ്. സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് പറയുന്നത് കേട്ടോ. സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയക്കാരിയും ആദ്യത്തെ ഏഷ്യക്കാരിയും ആരാണ്? ഈ പറയുന്ന ഹാൻ കാങ് ആണ്. അതോടൊപ്പം സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടുന്ന 18ാമത്തെ വനിതയുമാണ് ഹാൻ കാങ്. ഇവർക്ക് നേരത്തെ 2016 ബുക്കർ പുരസ്കാരം ലഭിക്കുന്നുണ്ട്. ബുക്കർ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിക്കുന്നുണ്ട്. ഏതാണ് കൃതി? ദ വെജിറ്റേറിയൻ എന്ന നോവലിനാണ് 2016 ഈ പറയുന്ന ഹാൻ കാങ്ങിന് പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നോബൽ പുരസ്കാരം കിട്ടിയവർക്ക് 2016 ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ള ചോദ്യം ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കൂടി ഇവർക്ക് ഈ വർഷം സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് കൊണ്ട് ഒരു പക്ഷെ അങ്ങനെയും ചോദ്യം ചോദിക്കാം. അവർക്ക് കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമായതുകൊണ്ട് തന്നെ 2016 മാൻ ബുക്കർ പ്രൈസ്, ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്നവയിൽ ഏത് കൃതിക്കാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ 2016 ദ വെജിറ്റേറിയൻ എന്നറിയപ്പെടുന്ന ഈ ഹാൻ കാങ്ങിന്റെ കൃതിക്ക് എന്ത് കിട്ടുന്നത്? ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം ലഭിക്കുന്നത്. ഈ ദ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഈ ഒരു ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കൃതി ആയിരിക്കും എന്നുള്ളത് അല്ലെ. അതായത് മാംസാഹാരിയായ ഒരു സ്ത്രീ ഒരു ദിവസം സസ്യാഹാരിയായി മാറുന്നതാണ് ഈ ഒരു നോവലിലെ പ്രമേയം എന്നറിയപ്പെടുന്നത്. മാംസാഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ പെട്ടെന്നൊരു ദിവസം സസ്യാഹാരിയായി മാറുന്ന ഒരു കഥയാണ്, ഒരു പ്രമേയമാണ് ഈ നോവലിലുള്ളത്. ഈ ഹാൻകോങ്ങിന്റെ മറ്റു കൃതികൾ ഈ സാഹിത്യത്തിന് നോബൽ പുരസ്കാരം ലഭിച്ച ആളായതുകൊണ്ട് തന്നെ അവരുടെ കൃതികളും ഇമ്പോർട്ടന്റ് ആണ്. ഇവരുടെ മറ്റു കൃതികൾ ഉണ്ട്. ഹ്യൂമൻ ആക്ട്സ് എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ട്. അതോടൊപ്പം ദ വൈറ്റ് ബുക്ക് എന്നറിയപ്പെടുന്ന അവരുടെ ആത്മകഥാംശമുള്ള രചനയാണ് ദ വൈറ്റ് ബുക്ക്.
അപ്പൊ സാഹിത്യത്തിന് പുരസ്കാരം ലഭിച്ച ഹാങ്കാങ്ങിന്റെ ആത്മകഥാ സാരാംശമുള്ള രചന ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വൈറ്റ് ബുക്കാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. പിന്നെ ഗ്രീക്ക് ലെസൺസ് ഉണ്ട്, വി ഡു നോട്ട് പാർട്ട് ഉണ്ട്, ഫ്രൂട്ട്സ് ഓഫ് മൈ വുമൺ, ഫയർ, സലമാൻഡർ എന്നീ കഥാസമാഹാരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പിന്നെ കവിതാ സമാഹാരങ്ങളുണ്ട്. കവിതാ സമാഹാരങ്ങളുണ്ട്. അപ്പൊ ഇവർക്ക് കഥാസമാഹാരമുണ്ട്, നോവലുകളുണ്ട്, അതോടൊപ്പം കവിതാ സമാഹാരമുണ്ട്. ഇവരുടെ കവിതാ സമാഹാരം ഏതാണ്? അത് ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഐ പുട്ട് ദ ഈവനിങ് ദ ഡ്രോവർ എന്ന കവിതാ സമാഹാരം. അപ്പൊ ഇവരുടെ കവിതാ സമാഹാരം ഏതാണ്? ഐ പുട്ട് ദ ഈവനിങ് ദ ഡ്രോവർ എന്ന കവിതാ സമാഹാരം. പിന്നെ നോവലുകളുണ്ട്. അതോടൊപ്പം പിന്നെ നോവലുകൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ദ വെജിറ്റേറിയൻ എന്നത് പ്രധാനപ്പെട്ട ഒരു നോവലാണ്. പിന്നെ മറ്റു നോവലുകളാണ് ബ്ലാക്ക് ഡിയർ, യുവർ കോൾഡ് ഹാൻഡ്സ്, ബ്രേത്ത് ഫൈറ്റിംഗ്, ഇതൊക്കെ അവരുടെ നോവലുകളാണ്. അതോടൊപ്പം പിന്നെ കഥാസമാഹാരങ്ങളുണ്ട്, ഹ്യൂമൻ ആക്ട്സ്, ദ വൈറ്റ് ബുക്ക്. വൈറ്റ് ബുക്കിന്റെ പ്രത്യേകത എന്താണ്? ആത്മകഥാംശമുള്ള രചനയാണ് അല്ലെ, അത് ഇമ്പോർട്ടന്റ് ആണ് വൈറ്റ് ബുക്ക്. പിന്നെ ഗ്രീക്ക് ലെസൺസ, പിന്നെ വി ഡു നോട്ട് പാർട്ട്, ഇതൊക്കെ അവരുടെ കഥാസമാഹാരങ്ങളാണ്. ഇത് ജസ്റ്റ് ഒന്ന് രണ്ട് തവണ ഒന്ന് വായിച്ചു നോക്കുക. എക്സാമിനേഷൻ അഥവാ വന്നു കഴിഞ്ഞാൽ ഓപ്ഷനിൽ നിന്നും ആൻസർ കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ ഒന്നോ രണ്ടോ തവണ വായിച്ചേക്കുക. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് ഒന്ന് ദ വൈറ്റ് ബുക്ക്, അതേപോലെ ദ വെജിറ്റേറിയൻ, പിന്നെ ഐ പുട്ട് ദ ഈവനിങ് ദ ഡ്രോവർ എന്ന് പറയപ്പെടുന്ന കവിതാ സമാഹാരം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ദ വൈറ്റ് ബുക്കും ദ വെജിറ്റേറിയനും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, ബൈഹാർട്ട് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും പഠിച്ചിരിക്കണം. കാരണം അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവർക്ക് പുരസ്കാരം ലഭിച്ചതാണ് ദ വെജിറ്റേറിയൻ. 2016 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കൃതിയാണ് ഈ പറയുന്ന വെജിറ്റേറിയൻ എന്നറിയപ്പെടുന്ന കൃതി. അതോടൊപ്പം അവരുടെ ആത്മകഥ അംശമുള്ള രചനയാണ് ദ വൈറ്റ് ബുക്ക്. അതുകൊണ്ട് അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം നിങ്ങളൊന്ന് വായിച്ചെങ്കിലും പോകണം. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് രണ്ടും പഠിച്ചു വെക്കണം. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചതാണ്. സമാധാനത്തിനുള്ള പുരസ്കാരം ഇത്തവണ ലഭിച്ചിട്ടുള്ളത് ഒരു സംഘടനക്കാണ്. അപ്പൊ 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജപ്പാനീസ് സന്നദ്ധ സംഘടനയായ നിഹോൻ ഹിന്ദാൻക്യോ എന്നറിയപ്പെടുന്ന ഒരു സംഘടനക്കാണ്. എന്തിനാണ് ഈ സംഘടനക്ക് പുരസ്കാരം ലഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഇറ്റ്സ് എഫേർട്ട് ടു അച്ചീവ് എ വേൾഡ് ഫ്രീ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ. അതായത് പിന്നെ ന്യൂക്ലിയർ വെപ്പൺ ഇല്ലാത്ത, ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ സംഘടന നടത്തിയത്. ആൻഡ് ഫോർ ഡെമോൺസ്ട്രേറ്റിംഗ് ത്രൂ വിറ്റ്നസ് ടെസ്റ്റിമോണി ദാറ്റ് ന്യൂക്ലിയർ വെപ്പൺസ് മസ്റ്റ് നെവർ ബി യൂസ്ഡ് അഗൈൻ. ഒരിക്കലും ഇനി ഈ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഈ ഒരു സംഘടനക്ക് നൽകാനുള്ള സന്ദേശം. അതിന് കാരണം പറഞ്ഞാൽ ഇവർ ആരാണ്? ജാപ്പാനീസ് സംഘടനയാണ് ഇത്. ഈ സംഘടനയിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഈ അണുബോംബ് സ്ഫോടനങ്ങൾ നടന്നു, അതിനെ അതിജീവിച്ചുകൊണ്ട് അതിന്റെ കെടുതികൾ ഇന്നും അനുഭവിക്കുന്ന ആളുകളാണ് ഈ സംഘടനയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനെതിരെ ഇത്ര ശക്തമായിട്ട് പോരാടാനുള്ള കാരണം. അതിന്റെ പ്രയാസങ്ങൾ തലമുറകളായി കൈമാറി വരുന്ന അതിന്റെ പ്രയാസങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കി അനുഭവിച്ച ആളുകളാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത്. അപ്പൊ നിഹോൺ ഹിൻഡാക്യോ എന്നറിയപ്പെടുന്നത് ജപ്പാനീസ് സംഘടനയാണ്. ഈ സംഘടനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ന്യൂക്ലിയർ വെപ്പൺ ഇല്ലാത്ത ഒരു ലോകത്തിന് വേണ്ടിയാണ് ഇവർ ശ്രമം നടത്തുന്നത്. അവരുടെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിന് വേണ്ടി അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനങ്ങൾ നടന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിന്റെ തലമുറകളിലൂടെ അതിന്റെ കെടുതികൾ, അതിന്റെ പ്രയാസങ്ങൾ കൈമാറി വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഈ ടോക്കിയോ ആസ്ഥാനമായിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. 1956 ടോക്കിയോ ആസ്ഥാനമായിട്ട് ഈ നിഹോൺ ഹിൻഡാക്യോ എന്നറിയപ്പെടുന്ന ഈ സംഘടന സ്ഥാപിതമായിട്ടുള്ളത്. വർഷം പ്രധാനപ്പെട്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കാൻ എളുപ്പമാണ്. കാരണം 1956 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം രൂപീകരിച്ച അതേ വർഷമാണ് അല്ലെ. അപ്പൊ കേരളം രൂപീകരിച്ച അതേ വർഷമാണ് ടോക്കിയോ ആസ്ഥാനമായിട്ട് ഈ നിഹോൺ ഹിൻഡാക്യോ എന്നറിയപ്പെടുന്ന സംഘടന രൂപീകരിച്ചത്. അപ്പൊ വർഷം ഇനി ഒരിക്കലും മറന്നു പോകണ്ട. കാരണം കേരളം രൂപീകരിക്കുമ്പോൾ തന്നെയാണ് അവിടെ ഇങ്ങനെ സംഘടന രൂപീകരിക്കുന്നത് എന്നൊക്കെ ഓർത്തു വെച്ചാൽ മതി. ഇതിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത്, ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ടോക്കിയോ ആണ് സംഘടനയുടെ. ഇവരുടെ പിന്നെ സ്ലോഗൻ എന്താണ്? ഇനിയില്ല ഹിബാക്കുഷ എന്നതാണ് ഇവരുടെ ആപ്തവാക്യം. ഇനിയില്ല ഹിബാക്കുഷ എന്നതാണ് ഇവരുടെ ആപ്തവാക്യം. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റവരും അനുപ്രസരണം തലമുറകളുടെ കൈമാറി വന്ന് യാതനകൾ അനുഭവിക്കുന്നവരുമാണ് ഹിബാക്കിഷുകൾ.
വേദനിക്കുന്ന ഓർമ്മകൾ വേട്ടയാടുമ്പോൾ സമാധാനത്തിന് വേണ്ടി ഇടപെടുകയും പ്രതീക്ഷ പകരുകയും ചെയ്തവർക്കുള്ള ആദരമാണ് പുരസ്കാരമെന്ന് കമ്മിറ്റി വിലയിരുത്തി. അതായത് അവരുടെ പ്രയാസങ്ങൾ സഹിക്കുന്നതിനിടയിലും ലോകത്തിന് മറ്റൊരാൾക്ക് ഈ പ്രയാസം ഉണ്ടാവരുത്, ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്ന വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ സംഘടന നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് പുരസ്കാരം നൽകിയത് എന്നാണ് ഈ പുരസ്കാര സമിതി വിലയിരുത്തിയത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇനിയില്ല ഹിബാക്കുഷ എന്ന് പറയുന്ന ആ വാക്ക് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അതാണ് ഈ സംഘടനയുടെ ആപ്തവാക്യം എന്ന് അറിയപ്പെടുന്നത്. 1956 സംഘടന രൂപീകരിക്കുന്നത്. ടോക്കിയോ ആസ്ഥാനമായിട്ടാണ് സംഘടന രൂപീകരിക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ളത് സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള എക്കണോമിക്സിലുള്ള നോബൽ പുരസ്കാരത്തെ കുറിച്ചിട്ടാണ്. ഈ പുരസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു പുരസ്കാരം മാത്രം നൽകുന്നത് ആരാണത്? റിറ്റ്സ് ബാങ്ക് ആണ്. റിറ്റ്സ് ബാങ്ക് പ്രൈസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഇത് റിറ്റ്സ് ബാങ്ക് ആണ് ഈ ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് നൽകുന്നത്. 2024 ഈ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നോക്കാം. 3 പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ഡരോൺ അസമംഗ്ലു എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിക്കാണ്, മറ്റൊന്ന് സൈമൺ ജോൺസൺ ആണ്, മറ്റൊന്ന് ജെയിംസ് എ റോബിൻസൺ ആണ്. ആരൊക്കെയാണ്? ഒന്ന് ഡാരോൺ അസമോഗ്ലു, പിന്നെ സൈമൺ ജോൺസൺ, പിന്നെ ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള പുരസ്കാരം ലഭിച്ചത്. ഈ 3 പേരെ നമ്മൾ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കറിയാം. ഡാരൻ അസമംഗ്ലാണ് ഒന്നാമത്തെ ആളി. സാമ്പത്തികമായിട്ട് ലോകത്ത് വലിയ അസമത്വം നിലനിൽക്കുന്നുണ്ട് അല്ലെ. ഈ അസമംഗ്ലോ എന്നുള്ളത് നിങ്ങൾ ഈ അസമത്വം എന്ന് വായിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ പുരസ്കാരം കിട്ടിയ ആളാണെന്ന് പെട്ടെന്ന് കിട്ടും. പിന്നെ അടുത്ത ആൾ പേര് സൈമൺ ജോൺസൺ ആണ്. സൈമൺ സാമ്പത്തിക ശാസ്ത്രം, സൈമൺ അങ്ങനെ ഓർത്തു വെക്കാം. സൈമൺ ജോൺസൺ സാമ്പത്തിക ശാസ്ത്രം അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. പിന്നെ മൂന്നാമത്തെ ആള് ജെയിംസ് എ റോബിൻസൺ. റൂബി നമ്മളൊരു പണമുള്ളവൻ, രൂപയുള്ളവൻ എന്നൊക്കെയല്ലേ നമ്മളൊരു സമ്പന്നനായ ആളെ പറയാ. രൂപയുള്ളവൻ, രൂപ എന്നുള്ള ഒരു വാക്ക് അതിൽ വരുന്നുണ്ടല്ലോ, റോബിൻസൺ. ആ രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. ഡാരോൺ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. അവിടെ അസമംഗ്ലുവിൽ സാമ്പത്തികമായ അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് ലോകത്ത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അസമംഗ്ലുവിന് സാമ്പത്തിക രംഗത്താണ് പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് നമുക്ക് ഓർത്തു വെക്കാം. പിന്നെ അടുത്ത ആൾ സൈമൺ, സാമ്പത്തികം എന്നുള്ളൊരു കണക്ഷൻ അവിടെ വരുന്നുണ്ട്. പിന്നെ ജെയിംസ് എ റോബിൻസൺ രൂപ എന്നുള്ള ആ രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വേണമെങ്കിൽ വെക്കാൻ പറ്റും. എന്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് എന്നവിടെ പറയുന്നുണ്ട്. ഫോർ സ്റ്റഡീസ് ഓഫ് ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഫോംഡ് ആൻഡ് എഫക്റ്റ് പ്രോസ്പെരിറ്റി. അതായത് രാജ്യ പുരോഗതിക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഒരു പ്രദേശത്തിന്റെ പുരോഗതിക്ക് എങ്ങനെയാണ് ഈ സംഘടനകൾ കാരണമാകുന്നത് എന്നാണ് ഇവിടെ, എങ്ങനെയാണ് സംഘടനകളുടെ പ്രവർത്തനം ബാധിക്കുന്നത് എന്നുള്ള ഒരു പഠനമാണ് ഇദ്ദേഹം നടത്തിയത്. യുഎസിലെ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് അസമോഗ്ലവും ജോൺസണും. ചിക്കാഗോ സർവകലാശാല ഗവേഷകനാണ് റോബിൻസൺ. അപ്പൊ അവരുടെ ഒരു പൊസിഷൻ കൂടി പറയുന്നുണ്ട്. യുഎസിലെ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് നമ്മൾ ആദ്യം പറഞ്ഞ അസമോഗ്ലോ എന്ന് പറയപ്പെടുന്ന ആള്, ഡാരോൺ അസമോഗ്ലോ ജോൺസൺ, അതോടൊപ്പം സൈമൺ ജോൺസണും. ഇവർ രണ്ടുപേരും എന്താണ്? യുഎസിലെ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ്. അതോടൊപ്പം ജെയിംസ് എ റോബിൻസൺ ചിക്കാഗോ സർവകലാശാലയിലെ ഗവേഷകനാണ്. അപ്പൊ ഇവർക്ക് 3 പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എന്തിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത്? ഫോർ സ്റ്റഡീസ് ഓഫ് ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഫോംഡ് ആൻഡ് എഫക്ട് പ്രോസ്പെരിറ്റി. ഈ സംഘടനകൾ എങ്ങനെയാണ് രൂപീകരിക്കുന്നതും അതെങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വഴിയൊരുക്കുന്നതും എന്നുള്ള പഠനമാണ് ഇവർ 3 പേരും നടത്തിയിട്ടുള്ളത്. അതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നോബൽ പുരസ്കാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ആഴത്തിൽ പഠിക്കണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിലൊക്കെ, പക്ഷെ അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ഇനി ഫിൽറ്റർ ചെയ്യരുത്, കൃത്യമായിട്ട് ഇത് പഠിച്ചു പോവുക. നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.